ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ജീവിതത്തിൽ ഒത്തിരി വേദനകൾ പേറുന്നവരാണ് നമ്മളിൽ പലരും. അത് ചിലപ്പോൾ കുടുംബത്തെക്കുറിച്ചുള്ള വേദനകളാകാം, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ളതാകാം, മാതാപിതാക്കളെ കുറിച്ചുള്ളതാകാം, മക്കളെ കുറിച്ചുള്ളതാകാം, സഹോദരങ്ങളെ കുറിച്ചുള്ളതാകാം, വസ്തുവകകളെ കുറിച്ചുള്ളതാകാം, ജോലി മേഖലകളെ കുറിച്ചുള്ള ആവാം, സാമ്പത്തിക മേഖലകളാകാം, ഇനി ഏതെങ്കിലും രോഗാവസ്ഥകളെ കുറിച്ചുള്ള മേഖലകളാകാം. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ കൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകാറുണ്ട്. ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങളുമായി ഇങ്ങനെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് വിട്ടുകൊടുക്കുവാനായിട്ട് സാധിക്കണം. കാരണം മനുഷ്യന് സ്പർശിച്ച് ആശ്വസിപ്പിക്കുവാൻ സാധിക്കാത്ത നിന്റെ മനസ്സിനെ ദൈവത്തിന് തൊട്ട് സുഖപ്പെടുത്തുവാൻ സാധിക്കും. മനുഷ്യന് നിനക്ക് നൽകുവാൻ സാധിക്കാത്ത ആശ്വാസത്തെ ദൈവത്തിന് ആശ്വാസം നൽകി നിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ സാധിക്കും. കാരണം വചനം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന്. അതുകൊണ്ടാണ് സങ്കീർത്തകന്റെ പുസ്തകം 34-18 തിരുവചനത്തിൽ നാം ഇപ്രകാരവും വായിക്കുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ, ജീവിതത്തിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ ദൈവം നിന്റെ ജീവിതത്തെ ഉയർത്തും. നീ ആഗ്രഹിക്കുന്നത് പോലെ മനസ്സിൽ സമാധാനം കണ്ടെത്തുവാൻ നിനക്ക് സാധിക്കും. ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാം, ആ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.